بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولشركائنا ولكل كتاب الكتاب ولشهدائنا اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات പ്രിയ സഹോദരങ്ങളെ, ഒരു 5 മിനിറ്റ് സാധാരണ തുടങ്ങുന്നതിനേക്കാളും താമസിച്ചു പോയിട്ടുണ്ട്. സാരമില്ല, 4 മണിക്കാണല്ലോ അസ്റാഗ്. നജസ്സിനെ ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ചർച്ചക്കിടയിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയതായിരുന്നു. നമ്മുടെ കീശേരിയൊക്കെ സ്ഥലത്തുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കീശേരിയോട് ഇന്നലെ അടയാളം വെക്കാൻ അടയാളം വെച്ചേ കീശേരി ഇന്ന് വേഗം കിട്ടിയല്ലോ. ഇന്നലെ അടയാളം വെക്കാൻ പറഞ്ഞുകൊണ്ടിന്ന് കീശേരിക്ക് വേഗം അടയാളം കിട്ടീന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ വസ്സബാദു ത്വാഹിറുൻ. നജസ്സാണ് പറഞ്ഞു വരുന്നത്. കൂട്ടത്തിൽ നജസാണോ എന്ന് തോന്നാൻ സാധ്യതയുള്ളൊരു വസ്തു നമുക്ക് തോന്നുന്നതിലല്ല കാര്യം, സാധനം ത്വാഹിറാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. സബാദ് എന്ന് പറഞ്ഞാല് മെരുമ്പുഴു എന്ന് പറയുന്ന സാധനാണ്. മെരുല്ലേ, മെരുക് എന്നും പറയും ചിലവര്. ആളുകൾക്കൊക്കെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. പൂച്ചവർഗത്തിൽപ്പെട്ട കാട്ടുപൂച്ചയുടെ ഇനത്തിൽപ്പെട്ട ഒരു ഇനമാണ്. 2 തരം ഉണ്ട് മെരുക് തന്നെ. അതിൽ ഒരു ഭാഗത്തിനാണ് ഈ മെരുമ്പുഴു എന്ന് പറയുന്ന സാധനം ലഭിക്കുന്നത്. അത് സാധനം തിന്നാൻ പറ്റാത്ത ഒരു കാട്ടുജീവിയാവുന്ന മെരുക്, ആ മെരുകിൽ നിന്ന് ഉണ്ടാവുന്നതാണെങ്കിലും സാധനം ത്വാഹിറാണ്. പക്ഷേ പണ്ട് കസ്തൂരിയെ പറ്റി പറഞ്ഞതുപോലെ കസ്തൂരിമാന്റെ ശരീരത്തിൽ ഒരു മുഴയായി വരികയും അവസാനം മൂപ്പെത്തുമ്പോൾ അവക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ മരത്തിലോ കല്ലിലോ ഒക്കെ ഒരക്കുന്ന സമയത്താണ് ഈ സഞ്ചി, കസ്തൂരി സഞ്ചി പുറത്തു പോരുന്നത്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ കൂടെ രോമം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും. എന്നതുപോലെ ഈ മെരുക്, അതിനൊരു തരത്തിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടും ഈ മെരുമ്പുഴു എന്ന് പറയുന്ന സാധനം മൂപ്പെത്തുമ്പോൾ. അപ്പൊ അതെന്തിന്മേലെങ്കിലും വെച്ച് ഒരതുകയാ ചെയ്യുക അതിന്റെ ശരീരഭാഗം. അങ്ങനെ വരുമ്പോ നിറയെ രോമമുള്ള പൂച്ചവർഗത്തിൽപ്പെട്ട ഈ വർഗത്തിന് രോമം ആ കൂട്ടത്തിലുണ്ടാവും. അതിനെപ്പറ്റി പറയുന്നത് സാധനം ത്വാഹിറാണ്, കൂട്ടത്തിലുള്ള രോമം ത്വാഹിറല്ലല്ലോ. കാരണം ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയുടെ രോമമാണ്. അത് ശരീരത്തിൽ നിന്നുകൊണ്ട് ഏർപ്പെട്ടാൽ നജസായിരിക്കും. അതിന് പറയുന്നത് വിടുതി ചെയ്യപ്പെടും, അഫ്വാക്കപ്പെടും. കരീരി ശൈരിഹി, ഈ മെരുക് എന്ന് പറയുന്ന ജീവിയുടെ കുറഞ്ഞ രോമമൊക്കെ ഉണ്ടെങ്കിൽ അത് അഫു ചെയ്യപ്പെടും. കുറഞ്ഞത് എന്ന് പറഞ്ഞാല് കസലാസി 1, 2, 3 വരെയൊക്കെ ആണെങ്കിൽ അത് അഫു ചെയ്യപ്പെടും എന്ന്. അപ്പൊ കുറഞ്ഞ മുടി രോമമുണ്ടെങ്കിൽ അഫു ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ എവിടെ കുറഞ്ഞ രോമം അത് വേണമല്ലോ പറയാൻ. കഥാ അത്ലഖൂഹു, ഈ മെരുമ്പുഴുവിന്റെ കൂടെ ഉണ്ടായേക്കാവുന്ന
ഈ മെരുകിന്റെ അല്പം രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഫ്വ് ചെയ്യപ്പെടും എന്ന് മൊത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് വലം യുബയ്യിനു, മഹാന്മാരായ ഇമാമിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല, അന്നൽ മുറാദ അൽ ഖലീല ഫിൽ മൗഖൂദ് ലിൽ ഇസ്തിമാലി, ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതിൽ കുറഞ്ഞത് 1, 2, 3 രോമമുണ്ടെങ്കിൽ പൊറുക്കപ്പെടും എന്നാണോ? അതല്ല, ഔ ഫിൽ ഇനാഇ അൽ മൗഖൂദ് മിന്നു, ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ, ശേഖരിച്ചു വെച്ച് മെരുമ്പുഴു ശേഖരിച്ചു വെച്ച പാത്രത്തിൽ അല്പം മുടി ഉണ്ടാകാന്നോ? അതല്ല, ഈ പാത്രത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്പം എടുക്കുമ്പോൾ ആ എടുത്തതിൽ അല്പം മുടിയുന്നോ? തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ എടുത്തതിൽ അല്പം മുടി എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ അധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എടുക്കുമ്പോൾ ആ എടുത്തതിൽ കുറച്ചുണ്ടായാൽ ഉപയോഗിക്കാം. അല്ല, പാത്രത്തിൽ തന്നെ കുറച്ചാവണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു 2, 3 മുടിയൊക്കെ ആണെങ്കിൽ അഫ്വ് ചെയ്യപ്പെടുള്ളൂ, കൂടുതലുണ്ടെങ്കിൽ അഫ്വ് ചെയ്യപ്പെടൂല. ഇത് എങ്ങനെയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മൊത്തം എന്ത് പറഞ്ഞു? കുറഞ്ഞ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഫ്വ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. വ്യക്തമാക്കാതെ വിട്ടാൽ നമ്മളെ പോലത്തെ പിൻഗാമികളായ ജാഹിലീങ്ങൾക്ക് ഇത് മനസ്സിലാണ്ടേ? അതിന് പറയണം, കാല ശൈഖുന, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു, വല്ലദീ യത്തജിഹു, 2 സാധ്യതകളിൽ നിന്നിട്ട് പ്രബലമായ സാധ്യത, അൽ അവ്വലു, അഥവാ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ആ എടുത്തതിൽ കുറഞ്ഞ രോമമാണെങ്കിൽ അഫ്വ് ചെയ്യപ്പെടും എന്നതാണ് പ്രബലമായ സാധ്യത. എപ്പോ? ഇൻകാന, ഈ ഉപയോഗിക്കാൻ എടുത്ത മെരുമ്പുഴു ആണെങ്കിൽ ജാമിദൻ, ഉറച്ചതാണെങ്കിൽ. ഉറച്ചത് എന്ന് പറഞ്ഞാൽ കീശിരിയെ കരിങ്കല്ലുപോലെ ഉറച്ചത് എന്നല്ല. ഇങ്ങനത്തോടത്തൊക്കെ ഉറച്ചത് എന്നും അല്ല ദ്രാവക രൂപത്തിലുള്ളത് എന്നതും തമ്മിൽ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഇപ്പൊ പഠിച്ചു വെച്ചോ. ഇത് തമ്മിൽ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഒരു കയ്യില് കൊണ്ടോ സ്പൂൺ കൊണ്ടോ മറ്റോ ഈ പാത്രത്തിൽ നിന്ന് അല്പം കോരിയെടുത്താൽ, ഈ കയ്യിലിങ്ങോട്ട് കോരിയെടുക്കുന്ന സമയത്ത് കയ്യിലോട് പൊന്തുമ്പോത്തിന് ആ കോരിയെടുത്ത സ്ഥലം ഫില്ലാവും. അങ്ങനെയാണെങ്കിൽ അത് ദ്രാവക രൂപത്തിലുള്ളതാണ്, ഉറച്ചതല്ല. അതേ സമയത്ത് സ്പൂൺ കൊണ്ടോ കയ്യിൽ കൊണ്ടോ പാത്രത്തിൽ നിന്ന് അല്പം കോരിയെടുത്താൽ വളരെ സാവകാശം ഇങ്ങനെ വന്ന് ആ സ്ഥലം ഫില്ലാകുകയുള്ളൂ. എങ്കിൽ അതിന് ജാമിദ്. അപ്പൊ ജാമിദ് എന്ന് പറഞ്ഞാൽ ഉണങ്ങി കല്ലുപോലെയായത് എന്നുള്ള അർത്ഥത്തിനല്ല. കോരികളെടുത്താൽ ഉടനെ അത് ആ എടുത്ത അടയാളം കാണാത്ത നിലക്ക് ആ സ്ഥലം ഇവിടെ നിറയുന്ന നിലക്കുള്ളതാണെങ്കിൽ അത് മായാണ്. കോരി എടുത്തു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് സാവകാശം ആ സ്ഥലം ഫില്ലാവുള്ളൂ, എന്നാൽ അത് ജാമിദുമാണ്. അല്ലാതെ നെയ് പോലത്തെ ഒരു സാധനമാണ് ഈ മെരുമ്പുഴു എന്ന് പറയുന്നത്. അതൊരിക്കലും ഉണങ്ങി കല്ലുപോലാവൂല. അതൊരു നെയ് പശയോട് കൂടി തന്നെ എപ്പോഴും ഉണ്ടാകുക. പക്ഷെ അത് പറ്റ ലൂസായതാണെങ്കിൽ അത് ജാമിദല്ല, മായാണ്, അഥവാ ദ്രാവക രൂപത്തിലുള്ളതാണ്. ജാമിദാണെങ്കിൽ അതിന് അർത്ഥം പെട്ടെന്ന് നെയ്യൊക്കെ കുറച്ച് ഉറച്ചല്ലേ, അതൊരു കോരിയെടുത്താ അങ്ങനെ പതുക്കെ വന്നിട്ട് അവിടെ ഫില്ലാകുന്നു. ഡാൽഡ പോലെയല്ല, മറ്റ് RKG ഒക്കെ പോലെയുള്ള നെയ്യ് അത് കോരിയെടുത്താൽ പതുക്കെ വന്നിട്ട് ആ എടുത്ത സ്ഥലം നിറയുന്നുള്ളൂ എങ്കിൽ ജാമിദാണ്. കോരിയുടെ എടുത്ത ഉടനെ തന്നെ നിറയുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ പോലെയാണെങ്കിൽ അത് മായി അഥവാ നീരായതാണ്. അത് വേറെ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ജാമിദായ വരുമ്പോഴും ആണെങ്കിൽ ആ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതിൽ കുറച്ചുള്ളതാണെങ്കിലാണ് അഫ്വ് എന്ന് പറയുന്നത്. പാത്രത്തിൽ കുറച്ചധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഉപയോഗിക്കാൻ എടുത്തതിൽ അധികരിച്ചില്ലാതിരുന്നാൽ മതി. ഈ മെരുമ്പുഴു എന്താണെങ്കിൽ ജാമിദായതാണെങ്കിൽ. എന്തുകൊണ്ട് ഈ ജാമിദായ ഉറച്ചതാണെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടുക ബിമഹല്ലി നജാസത്തി ഫഖത്ത്, നജസുള്ള സ്ഥലം മാത്രമാണ്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അത് ബാധകമാകുന്നില്ല എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ഫൈൻ കസുറത്ത് ഫീ മഹല്ലിൻ വാഹിദിൻ, ഈ നജസത്ത് ഒരു സ്ഥലത്ത് ധാരാളം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടൂല. അതാണ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ടോ മറ്റോ തോണ്ടിയെടുത്ത് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അല്പം തോണ്ടിയെടുത്തു. ഈ തോണ്ടിയെടുത്തത് അതില് നോക്കുമ്പോ കുറെ രോമുണ്ട്, ഒരു 5-10 രോമുണ്ട്, അത് പറ്റൂല. അതല്ല 2-3 നോക്കുകയാണെങ്കിൽ പറ്റും. പാത്രത്തിൽ എത്ര ഉണ്ട് എന്ന് നോക്കേണ്ട ആവശ്യമില്ല.
അല്ല ഒരു സ്ഥലത്ത് അങ്ങനെ അധികം ഇല്ലെങ്കിലോ റഫിയ വിടുതി ചെയ്യപ്പെടും, മാപ്പാക്കപ്പെടുകയും ചെയ്യും. അതിപ്പോ ജാമിദാണെങ്കിൽ അങ്ങനെയാണ്. ഇനി ബിഖിലാഫിൽ മായി, എന്നാൽ മായ ദ്രാവക രൂപത്തിലുള്ളത് അത് ഇങ്ങനെയല്ല. എന്നാൽ ഉപയോഗിക്കാൻ എടുത്ത ആ സ്ഥലത്തിന്റെ വിധി ആയിരിക്കില്ല. കാരണം എന്തുകൊണ്ട്? ഫഇന്ന ജമിഅഹു, ഇങ്ങനെ ദ്രാവക രൂപത്തിലുള്ള വെരുമ്പുഴുവാണെങ്കിൽ അത് മൊത്തം കശയിൽ വാഹിദി ഒരു വസ്തു പോലെയാണ്. അപ്പൊ അതിന്റെ ഏത് ഭാഗത്ത് അധികരിച്ച രോമമുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോ ഇങ്ങനൊരു വിശദീകരണം ആവശ്യമുണ്ട്. അപ്പൊ ഫൈൻ കല്ല ഷെയറു ഫീഹി, ഈ ആകെയുള്ള മൊത്തമുള്ളതിന് കുറഞ്ഞ രോമമേ ഉള്ളൂ എങ്കിൽ അൻഹു, ആ വസ്തുവിനെ തൊട്ട് മൊത്തം അഫു ചെയ്യപ്പെടും, ഉപയോഗിക്കാം. ഇല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറെ രോമങ്ങളുണ്ടെങ്കിൽ ഫല, അത് അഫു ചെയ്യപ്പെടുകയില്ല. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റൂല, നെസാകും. അപ്പൊ കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിൽ മൊത്തത്തിൽ കുറഞ്ഞതാണെങ്കിൽ അഫു ചെയ്യപ്പെടുള്ളൂ. മൊത്തത്തിൽ കൂട്ടുമ്പോൾ അധികരിച്ചുണ്ടെങ്കിൽ അഫു ഉണ്ടാവില്ല, നജസിന്റെ ഹുക്മ വരും എന്ന്. അതേ സമയത്ത് ദ്രാവക രൂപത്തിലല്ല, ഉറച്ച രൂപത്തിലാണെങ്കിലോ ഉപയോഗിക്കുന്ന വേണ്ടി എടുത്തോടത്ത് അധികരിച്ചതില്ല ഞാൻ മതി, അവിടെ കുറച്ചാണെങ്കിൽ അഫു ചെയ്യും. മൊത്തത്തിൽ അധികരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ കാരണം ഈ കുറച്ച് ജാമിദായതാണെങ്കിൽ ആ ജാമിദായ വസ്തുവിന്റെ വിധി ഉപയോഗിക്കാൻ എടുക്കുന്ന ആ സ്ഥലത്തെ വിധി അടുത്ത സ്ഥലത്തിന് ബാധകമല്ല, അടുത്ത സ്ഥലത്തിന്റെ വിധി അതിന്റെ അപ്പുറത്തെ സ്ഥലത്തിന് ബാധകമല്ല. ഓരോ സ്ഥലത്തിനും അതാതിന്റെ സ്വന്തം വിധി ഉണ്ടാവും. അതേ സമയത്ത് ഇത് മായയായ ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിലോ മൊത്തത്തിൽ ഒരു വിധിയാണ്. ത്വാഹിറാണെങ്കിൽ ഒക്കെ ത്വാഹിറാകണം, അതിന് മൊത്തത്തിൽ കുറഞ്ഞ രോമേ ഉണ്ടാകാവൂ. ആകെ മൊത്തം കൂട്ടുമ്പോൾ അധികരിച്ച രോമം ഉണ്ടെങ്കിൽ ആകെ നജസാണെന്നുള്ള വിധിയും ആയിരിക്കും. അങ്ങനെ വരുമ്പോ ഇത് ഈ ദ്രാവക രൂപത്തിലാണെങ്കിൽ എടുത്തതിൽ അധികരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്ന പ്രശ്നമില്ല. മൊത്തം പാത്രത്തിലുള്ളത് അധികരിച്ചതാണോ അല്ലേ എന്നേ നോക്കേണ്ടതുള്ളൂ എന്ന്. ആട്ടെ, മെരുമ്പുഴുവിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഇനി മറ്റൊരു വിഷയം പറയുന്നു. വനക്കലൽ മുഹിബ്ബു തിബ്രിയു, ഇമാം മുഹിബ്ബുദ്ദീൻ തിബ്രി റഹ്മത്തുള്ളാഹി അലൈഹി ത്വബരി എന്ന് വായിക്കാറുണ്ട്. മഹാനവർകൾ ഉദ്ധരിക്കുന്നു, അൻ ഇബ്നു സബ്ബാഹ്, അസ്ഹാബിൽപ്പെട്ട മഹാനായ ഇബ്നു സബ്ബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഉദ്ധരിക്കുക മാത്രമല്ല, വഅത്തമദഹു, ആ ഇബ്നു സബ്ബാഹ് തങ്ങളിൽ നിന്നിട്ടും ഉദ്ധരിക്കപ്പെട്ട ഖൗലിനെ മഹാനായ ഇമാം മുഹിബ്ബു തിബ്രി തങ്ങൾ മുഅത്തമദാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഗതി? അന്നഹു യുഫാ, വിടുതി ചെയ്യപ്പെടും എന്ന്. എന്തിനെ തൊട്ട് അഫു ചെയ്യപ്പെടുമെന്ന്? അൻ ജിറത്തിൽ ബഈരി വനഹ്വിഹി, ഒട്ടകം അതുപോലുള്ള ജീവികളുടെ ജിറത്ത്. ജിറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആമാശയത്തിൽ നിന്നിട്ടും തികട്ടി അരക്കുന്നത്. അപ്പൊ അതിനെ തൊട്ട് അഫു ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ഒട്ടകം, മോരി, പശു, ആട് പോലെയുള്ള ജീവികൾ അവ ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഇതിന്റെ ആമാശയത്തിൽ നേരത്തെ ഭക്ഷിച്ച ആ ഭക്ഷ്യവസ്തുക്കളെ വായിലേക്ക് തികട്ടിയെടുത്ത് രണ്ടാമത് ചവച്ചരക്കും. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആമാശയത്തിലെത്തിയാൽ വസ്തു നജസാവുന്നു. ഈ നജസായ വസ്തു രണ്ടാമത് തികട്ടിയെടുത്ത് വായിലേക്ക് വന്ന് വായിൽ വെച്ച് അരക്കുമ്പോൾ വായ നജസാവും. ഈ നജസായ വായ കൊണ്ടിട്ട് ഏതെങ്കിലും വസ്തുവിൽ സ്പർശിക്കുകയോ വായ മറ്റേ വെള്ളത്തിലോ മറ്റോ തലയിടുകയോ ഒക്കെ ചെയ്താൽ ആ ഭാഗത്ത് ഇതാവുമല്ലോ, അത് അഫു ചെയ്യപ്പെടും. കാരണം നെറൂറത്ത, കാരണം ആ ജീവിയുടെ പ്രകൃതി സ്വഭാവമാണ് ഇങ്ങനെ തികട്ടി അരക്കുക എന്ന് പറയുന്നു. ആയിക്കോട്ടെ, ഇനി അയവർക്കുക എന്നറിയാലും വേണ്ടില്ല, തികട്ടി അരക്കുക എന്ന് പറയാ എളുപ്പതാ. അങ്ങനെ സംഗതിയുള്ളത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് തേക്കി എടുത്തിട്ട് വായിൽ വെച്ചിട്ട് രണ്ടാമത് ചവക്കണം. അങ്ങനെ വരുമ്പോ വായ നശാവും. അതല്ല ഇപ്പൊ നമ്മൾ വിഷയം. ഈ വായ ഉപയോഗിച്ച് ഏതെങ്കിലും ശരീരത്തിൽ തട്ടുകയോ വസ്ത്രത്തിലാകുകയോ അല്ലെങ്കിൽ പാത്രത്തിൽ തലയിടിയൊക്കെ ചെയ്താൽ അത് നജസാവുമല്ലോ. അത്
അതിന് അഫുണ്ട്. കാരണം അത് എറുവത്താണ്, ആ ജീവിയുടെ പ്രകൃതിയാണത്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇത് വായു കുഞ്ഞൊടുത്ത് പല്ല് വെച്ചു കൊടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് തൊട്ടോടത്തൊക്കെ നജസ് വരിക എന്നുള്ള പ്രശ്നം ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് അത് അഫു ചെയ്യപ്പെടും. വയറ് നഹ്വ് പറഞ്ഞാ പിന്നെ വൽഖബിഹി ഫമുമ, ഒരു വസ്തുവിന്റെ വായനയും അതിനോട് ഇൽഹാഖ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ആവശ്യം വരുന്നില്ല. കാരണം അഞ്ചിറത്തിൽ വായനി പറഞ്ഞിട്ട് വനഹ്വിഹി പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൽഹാഖ് ചെയ്യപ്പെടുന്നൊക്കെ ഈ പെട്ട് ആയിക്കോട്ടെ. എന്തിനെ മാ യജ്തറു, ഇതുപോലെ തന്നെ തെകിട്ടിയരക്കുന്ന ജീവികളെ, മിംവലദിൽ ബഖറത്തി വല്ലൈനി, പശുക്കുട്ടികള്, അതുപോലെ തന്നെ നെയ്യാട്ടിന്റെ കുട്ടികള്, അല്ലാത്ത ആട്ടിൻകുട്ടികള്, എല്ലാ കുട്ടികളും അവക്കുമൊക്കെ ഉണ്ട് ഈ സ്വഭാവം. അങ്ങനെയുള്ള ഈ കുട്ടികളെ പറയുന്നത് എന്താ? ഇതൽ തക്കമ, ഈ കുട്ടികള്, ഈ പശുക്കുട്ടി അല്ലെങ്കിൽ ഈ ആട്ടിൻകുട്ടി, അതല്ലെങ്കിൽ ഇനി വേറെ പറഞ്ഞേക്ക് എരുമക്കുട്ടി, ഒട്ടകക്കുട്ടി പോലത്തെ ഒക്കെ എപ്പോ അഫു ചെയ്യാ? ഇതൽ തക്കമ, അവ വായിലിടുമ്പോൾ അഖ്ലാഫ ഉമ്മിഹി, അവയുടെ തള്ളയുടെ മുല വായിലിടുവല്ലോ. ഈ കുഞ്ഞുങ്ങള് തേട്ടിയരക്കും, തള്ളാരെ പോലെ തന്നെ. തേട്ടിയരക്കുന്ന സമയത്ത് അവയുടെ വായ നജസാവുമല്ലോ. ഈ നജസായ വായയായിട്ടാണ് ഓടിച്ചെന്നിട്ട് അവയുടെ അമ്മമാരുടെ മുല വീമ്പിയിൽ കുടിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നജസ്സുള്ള വായ കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങള് അവയുടെ തള്ളമാരുടെ മുലപ്പാല് കുടിച്ചത്. അപ്പൊ ഈ മുലയൊക്കെ നജസാവൂലേ? അത് അഫുണ്ട്. നമ്മളെ താത്താരൊക്കെ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് അത് നന്നായിട്ട് കഴുകും, എന്നിട്ട് നല്ലൊരു തുണിയോട് തുടക്കും. അതൊന്നും വേണ്ടിയില്ല, അതൊക്കെ ഒരു വിശ്വാസിന്റെ ഭാഗ. ഇനി ഒരാളങ്ങനെ ചെയ്തു പോയെങ്കിൽ തെറ്റൊന്നുമല്ലാണ്, പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അഫുണ്ട് എന്ന് അപ്പൊ പറഞ്ഞേ. അത് മാത്രല്ല ഈ പശു, ആട്, എരുമ പോലത്തത് അവ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ കിടക്കുന്നതും. അങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങനെ അകിട്ടിലും മൊലയിലുമൊക്കെ അവയുടെ മൂത്രമോ കാഷ്ടമോ ഒക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വന്ന് പശുവിനെയോ എരുമയെയോ ആടിനെയോ ഒക്കെ കറക്കാൻ പോകുമ്പോ കൈകൾ വുജൂബുണ്ടോ? ഇല്ല, അതും അഫുവാണ്. കുഞ്ഞുങ്ങള് വായില് ഇട്ട് ഈമ്പുന്ന മുല സ്വാഭാവികമായും അവയുടെ വായിൽ നജസ്സുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ ഈ അമ്മമാരുടെ മുല നജസ്സായിട്ടുണ്ടെങ്കിലും അഫുവാണ്. കറക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ചാണകത്തിലും മൂത്രത്തിലുമൊക്കെ പുരണ്ട പശുവിന്റെയോ എരുമയുടെയോ ഒക്കെ അകിട് കറക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകേണ്ട ആവശ്യമില്ല, അഫു ചെയ്യപ്പെടും. ഒരു താത്തഞ്ഞ് കഴുകാണെന്ന് വെച്ചോളി, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കഴുകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇഷ്കാലല്ല ഉസ്താദെ, ഇതിന്റെ മൂത്രവും ഈ ചാണകവും ഒക്കെ പെരണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ, അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് അഫു ചെയ്യപ്പെടുമെന്ന്. സാധന നജസാണെങ്കിലും വിടുതിയുണ്ട് എന്ന്. ഇനി വേറെ വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്ന്. വഖാല ഇബ്നു സ്വലാഹി റഹ്മഹുല്ലാഹ്, മഹാനായ ഇബ്നു സ്വലാഹി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, അസ്ഹാബിൽപ്പെട്ട മറ്റൊരു മഹാനാ, യുഅഫ, വിടുതി ചെയ്യപ്പെടും, അമ്മത്തസല ബിഹി, അമ്മാതര ഒരു വസ്തുവിനെ തൊട്ട്. എങ്ങനത്തെ വസ്തുവാണ്? ഇത്തസല ബിഹി, ആ വസ്തുവിനോട് ചേർന്നു, ഷൈഉം മിൻ അഫ്വാഹി സിബിയാനി, ചെറിയ കുഞ്ഞുമക്കളുടെ വായിൽപ്പെട്ട ആ വായി ആയ ഏതെങ്കിലും, ഉദാഹരണം പറഞ്ഞാല് കുട്ടികള് ഉമ്മാന്റെ തട്ടൻ വായു കടിച്ചു, അതല്ലെങ്കിൽ കുപ്പായത്തുമ്മ കടിച്ചു. ഇങ്ങനെ വന്നാൽ ഈ കുഞ്ഞിന്റെ വായി പറ്റിയ ഈ തട്ടം അല്ലെങ്കിൽ ഈ കുപ്പായം പോലത്തത് അഫു ചെയ്യപ്പെടും. നജാസത്തിഹ, ഈ കുഞ്ഞുങ്ങളുടെ വായി നജസുണ്ട് എന്ന് ഉറപ്പുള്ളപ്പോൾ തന്നെ കുഞ്ഞിന്റെ വായി ഉമ്മയുടെ ശരീരത്തിലോ അതല്ലെങ്കിൽ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അഫു ചെയ്യപ്പെടും. അപ്പൊ മുമ്പൊന്ന് പറഞ്ഞിരിക്കും, ശരിക്കും ഇപ്പൊ ഓർമ്മ ഉണ്ടോ അറിഞ്ഞില്ല.
നിരന്തരമായ ഛർദി പോലെയുള്ള രോഗം കൊണ്ട് വിഷമഘട്ടത്തിലുള്ള ഒരു കുഞ്ഞ് ഛർദിച്ചിട്ടുണ്ടെങ്കിൽ വായി കഴുകാതെ തന്നെ ഉമ്മയുടെ മുല കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ വായാവുന്ന സ്ഥലം അഫു ചെയ്യപ്പെടും എന്ന് നേരത്തെ പറഞ്ഞു. അതൊരു പ്രത്യേക മസല. വായിലെത്തുന്ന മുലയുടെ ഭാഗം, മുലക്കണ്ണിന്റെ ആ ഭാഗം അഫു ചെയ്യപ്പെടുന്ന പറഞ്ഞു. ഇത് ആമാണ്. അവിടെ തന്നെ യഥാർത്ഥത്തിൽ ഇബ്രാഹിം ഇത്തമീ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ആമായിട്ട് തന്നെയാണ്. ഇവിടെ ഇബ്നു സലാഹ് തങ്ങളെ തൊട്ടിരിക്കുന്നത് ആമാണ് എന്ന് പറഞ്ഞാൽ മുലപ്പാൽ കുടിക്കാൻ വേണ്ടി കുഞ്ഞ് മുലക്കണ്ണ് വായിലിടുമ്പോൾ അത് മാത്രം അഫു ചെയ്യപ്പെടും എന്നല്ല. അതിന്റെ പുറമെ ഉമ്മയുടെ ശരീരത്തിന്റെ ഭാഗത്തിലോ വസ്ത്രത്തിന്റെ ഭാഗത്തിലോ ഒക്കെ കുഞ്ഞിന്റെ ഇങ്ങനെയുള്ള സ്ഥിരമായിട്ട് നജസ് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കുഞ്ഞിന്റെ വായ ആയി എന്നതുകൊണ്ട് അതൊക്കെ അഫു ചെയ്യപ്പെടും. കാരണം അതൊക്കെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും, ലറൂറത്താണ്. അപ്പൊ ആ ലറൂറത്തിന്റെ സമയത്ത് അഫു ചെയ്യപ്പെടുന്നതിൽപ്പെട്ടതാണ്. അതോ ആ ചാക്ക് നിരാസത്യാന്നറിയില്ലേ, കുട്ടിന്റെ വായി നജസുണ്ടെന്ന് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഛർദിക്കുന്നുണ്ട് കുട്ടി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നജസായിട്ടുണ്ട്. എന്നാൽ പോലും ഈ തമ്മീസെത്താത്ത ചെറിയ പൈതൽ മക്കളുടെ വായിൽ നജസുണ്ട് എന്ന് വെച്ചിട്ട് ആ വായ എവിടെയെങ്കിലും ഒന്ന് തട്ടിപ്പോയാൽ അത് നജസാണ് എന്ന് വിധി വന്നാൽ ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ട് അഫു ചെയ്യപ്പെടും. ഇതിപ്പോ ഇബ്നു സലാഹ് റഹ്മഹുല്ലാഹ് തങ്ങളുടെ ഉദ്ധരണിയാണ്. എന്നാൽ മഹാനായ ഇബ്നു സലാഹ് റഹ്മഹുല്ലാഹ് അല്ലാത്ത മറ്റു ചില ഇമാമിയങ്ങൾ ചേർത്ത് നിൽക്കുന്നു ബിഹിം, ഈ കുഞ്ഞുമക്കളോട്, അഫ്വാൽ മജാനീൻ, ഭ്രാന്തന്മാരുടെ വായിനെയും. എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുമക്കളുടെ വായി നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അവ ഉമ്മയുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ പോലെയുള്ള എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അഫ്വ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ കുഞ്ഞുങ്ങളുടെ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ പറയുന്ന ഇമാമിങ്ങൾ ഇൽഹാഖ് ചെയ്തത്, ചേർത്തി പറഞ്ഞത് അതേ വിധി തന്നെയാണ്. ഇൽഹാഖ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെയുള്ള അതേ വിധി തന്നെയാണ് ഇവിടെയെന്ന്. ഭ്രാന്തന്മാരുടെ വായി. കാരണം തെക്ലീഫില്ലല്ലോ. തെക്ലീഫില്ലാത്തവൻ ചിലപ്പോൾ വായിൽ മരം വായിലാക്കിയിട്ടുണ്ടാവും, മൂത്രം വായിലാക്കിയിട്ടുണ്ടാവും, മറ്റ് വസ്തുക്കളൊക്കെ ഉണ്ടാവും. അവർക്കുണ്ടോ തെക്ലീഫ്? തെക്ലീഫില്ല. അങ്ങനെയുള്ള തെക്ലീഫില്ലാത്ത ഭ്രാന്തന്മാരുടെ വായി നജസായി, ആ നജസായ വായി ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും ആയാൽ അതും അഫു ചെയ്യപ്പെടും എന്ന്. എന്നാൽ ജസ്മബിഹി, അങ്ങനെ അഫു ചെയ്യപ്പെടും എന്നത് ഭ്രാന്തന്മാരുടെ വായിനെ ചേർത്തി പറഞ്ഞതിനെ ജസ്മ ചെയ്തിരിക്കുന്നു സർക്കഷിയു, ഇമാം സർക്കഷി റഹ്മഹുല്ലാഹ്. അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല, അത് അഫു ചെയ്യപ്പെടുന്നത് തന്നെ എന്ന്. അപ്പോ മൃഗത്തിന്റെ കുട്ടികൾ നജസ് വായിലുണ്ടെങ്കിൽ പോലും അവയുടെ അമ്മയുടെ പാല് കുടിക്കുന്ന സമയത്ത് മുല വായിലിടുമ്പോൾ നജസാവുമെങ്കിലും പാല് കറന്നെടുക്കേണ്ട ആവശ്യത്തിന് അത് കഴുകിക്കൊള്ളണമെന്നില്ല. കാരണം അത് അഫുവാണെന്ന് പറഞ്ഞതിന്റെ പുറമെ മനുഷ്യ കുഞ്ഞുങ്ങളുടെ വായി നജസാണെങ്കിലും ആ വായി ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതും അഫുവാണ്. അതുപോലെ തന്നെ ഭ്രാന്തന്മാരുടെ വായിൽ നജസുണ്ടെന്ന് വന്നാലും അത് ശരീരത്തിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതും അഫു തന്നെ എന്ന് ആട്ടെ. ഇനി നജസിലേക്ക് വീണ്ടും വരുന്നു. വകമൈത്തത്തിൻ, ശവം പോലെയും. ഓരോന്നും കാഫിട്ട് പറയുന്നത് നജസുകൾ വ്യത്യസ്ത ഇനങ്ങളാണ്. ഓരോ ഇനത്തിനും ഒരു സാമ്പിൾ പറയാം. അതാ ശവം പോലെയും. ശവം നജസ. എല്ലാ ജീവജാലങ്ങളുടെയും ശവം നജസാണെന്ന് ആദ്യം പറയുന്നത്, പിന്നെ വിശദീകരണം വരും. വലോ നഹ്വ ദുബാബിൻ, ഈച്ച പോലെയുള്ളതിന്റെ ശവമാണെങ്കിലും നജസ് തന്നെ. ഈച്ച പോലുള്ളത് തന്നെ. ഈ പോലവീയത്തില, പോലെ എന്ന് പറഞ്ഞാൽ മിമ്മ, ഒരു വസ്തുക്കള്, ലാ നഫസലഹു, ആ വസ്തുവിന് ചോരയില്ല. എങ്ങനത്തെ ചോരയില്ല? സായിലത്തൻ എന്നും വായിക്കാറുണ്ട്, സായിലത്തുൻ എന്നും വായിക്കാറുണ്ട്. രണ്ടും തർക്കി വ്യത്യാസപ്പെടുന്നുള്ളൂ, രണ്ടും ഓക്കെ. ഒലിക്കുന്ന തരത്തിലുള്ള ചോര വേണമെങ്കിൽ പൊടിയും, അതുകൊണ്ട് പ്രശ്നമില്ല. ചോര അന്നേരം അതിന്റെ ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് മുറിച്ചു നോക്കിയാൽ കൂടെ ചോര ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. അതില്ല. അങ്ങനെ ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവികളൊക്കെ ഈച്ച പോലെ തീർന്നു പെട്ട്. അപ്പൊ അത് പല്ലി, കൂറ മുതൽക്കൊക്കെ പെട്ടു എന്നർത്ഥം. അവക്കൊന്നും എന്തില്ല? ഒലിക്കുന്ന ചോരയില്ല. അങ്ങനെ ഒലിക്കുന്ന ചോരയില്ലാത്ത ഈച്ച മുതൽക്കുള്ള വസ്തുക്കളുടെ ശവങ്ങൾ വരെ നജസ് തന്നെയാണ്. അതിൽ കുഴപ്പമൊന്നും, ഒക്കെ നജസനെ. ചത്ത എല്ലാം നജസ. എന്നാൽ
ഖിലാഫൻ ലിൽ ഖഫാരി, മഹാനായ ഇമാം ഖഫാൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് എതിരാണ് ഈ പറഞ്ഞത് എന്ന് മാത്രമല്ല, ഒമൻ തബിഅഹു, മഹാനായ ഇമാം ഖഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഖൗലിൽ പിൻപറ്റിയ ചില മറ്റു മഹാന്മാരും ഉണ്ട്, അവർക്കെതിര്. എന്താ ഒരു പറയുന്നത്? എന്തിലാ പോൽക്കെതിര്? ഫീ ഖൗലിഹി, ഇമാം ഖഫാരി തങ്ങളുടെ ഖൗലില് ബിതഹാറത്തിഹി, ഈച്ച പോലെയുള്ള ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ ശവം ത്വാഹിറാണ്, നജസല്ല. എന്തേ കാരണം? ലിഅദ്മിദ്ദമി, ഈ ജീവികൾക്ക് രക്തമില്ല എന്നത് കാരണം. എങ്ങനത്തെ രക്തം? അൽ മുതാഫിനി, ചീയുന്ന. ഈ വസ്തുക്ക് ചത്താണ് ഉണങ്ങിപ്പോരാ. ഉദാഹരണം, കൂറ ചത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ചീഞ്ഞ് കണ്ടിണോ? അതുപോലെ തന്നെ പല്ലി ചത്താൽ മിക്കവാറും ചീയലല്ല, ഉണങ്ങല. ഈച്ച, കടന്നല്, തേനീച്ച തുടങ്ങിയവയൊക്കെ ചത്താലും അതുപോലെ ഉറുമ്പ്, മൂട്ട, കൊതുക്, ഇങ്ങനത്തെ ഒക്കെ ചത്താല് ഉണങ്ങല, എന്തായാലില്ല, ചീഞ്ഞു പോലില്ല. അതേ സമയത്ത് ഒലിക്കുന്ന രക്തമുള്ള ജീവിയാണെങ്കിൽ ചത്താൽ അത് ചീഞ്ഞ് കേടുവരും. അങ്ങനെ ചീഞ്ഞ് കേടുവരുന്ന രക്തമില്ലാത്ത ഉണങ്ങുന്ന ഉറുമ്പ്, കൊതുക്, മൂട്ട, തേനീച്ച, മറ്റീച്ചകള്, കൂറ, അതുപോലെ ചിലവരതിന് പാറ്റാന്നും പറയും, പാറ്റ, പിന്നെ പല്ലി പോലത്തെ കേടുവന്ന് ചെയ്യുന്ന തരത്തിലുള്ള രക്തമില്ലാത്ത ജീവികളുടെ ശവം ത്വാഹിറാണ് എന്നാണ് ഇമാം ഖഫാർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും മഹാനവർകളെ പിന്തുടർന്നുകൊണ്ട് ചില ഇമാമിയങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുഅ്തമദ് അതിനെതിരാണ്. അതന്നെ പറഞ്ഞ് ഖിലാഫൻ ലിൽ ഖഫാൽ എന്ന് പറഞ്ഞാൽ ഇമാം ഖഫാൽ തങ്ങൾക്കും മൂപ്പര താബിയായവർക്കും ഖിലാഫ് തന്നെ അവര് പറയുന്നത് ത്വാഹിറാണ്. പക്ഷെ മദ്ഹബ് മുഅ്തമദ് എന്താണ്? അതൊക്കെ നജസ് തന്നെയാണ്. ഇനി ഇമാം ഖഫാൽ റഹ്മത്തുള്ളാഹി തങ്ങളും മറ്റും നമ്മളെ മദ്ഹബുകാരാണ്. കമാലികിൻ അബീ ഹനീഫത്ത, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളും മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളും അവരും പറഞ്ഞത് ഖഫാരി ഇമാമ് പറഞ്ഞതുപോലെയാണ്. അതായത് ചീഞ്ഞു കേടുവരാൻ പറ്റുന്ന നിരക്കുള്ള ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവികളുടെ ശവങ്ങളൊക്കെ ത്വാഹിറാണ് എന്നാണ് മാലികി ഇമാമും അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫ തങ്ങളും പറയുന്നത്. അപ്പൊ നമ്മളെ മദ്ഹബിൽ തന്നെ ഇമാം ഖഫാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കും ആ അഭിപ്രായമുണ്ട്. എന്നാൽ ശാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് ഒലിക്കുന്ന ചോര ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ചത്ത ചീഞ്ഞു പോകുന്നതാകട്ടെ ഉണങ്ങുന്നതാകട്ടെ, ഏതായാലും ജീവൻ പോയ ശവങ്ങളൊക്കെ നജസാവുന്നു എന്നാണ്. അപ്പൊ ഫൽ മൈത്തത്തു നജസത്തുൻ, നമ്മളെ മദ്ഹബ് അനുസരിച്ച് ശവം എന്ന് പറയുന്നത് നജസ് തന്നെ. വഇല്ലം യസിൽ ദമുഹാ, അതിന് ചോര ഒലിക്കുന്നില്ലെങ്കിലും അഥവാ ഒലിക്കുന്ന തരത്തിലുള്ള ചോര ഇല്ലാത്ത ജീവിയാണെങ്കിലും ശവം, എല്ലാ ശവങ്ങളും നജസ് തന്നെ എന്ന് മാത്രമല്ല, വക്കതാ ശവം നജസാണെന്നതുപോലെ തന്നെ ഷഅറുഹ, ഈ ശവത്തിന്മേലുള്ള രോമങ്ങൾ അതും നജസാണ്. അത് പ്രത്യേകം പറയാൻ കാരണം എന്താ? ശവം ചെയ്യുന്നാണെങ്കിലും രോമം ചെയ്യൂലല്ലോ, എന്നാലും അത് നജസ് തന്നെയാണ്. വഅളുമുഹ, അതുപോലെ തന്നെ ശവത്തിന്റെ എല്ല് അതും നജസാണ്. വഖർനുഹ, അതിന്റെ കൊമ്പ് അതും നജസാണ്. കഴിഞ്ഞ അതിലൊന്നും രക്തം ഉണ്ടാവില്ലല്ലോ, എല്ലിന്റെ ഉള്ളില് അതുപോലെ തന്നെ കൊമ്പുമല് രോമത്തുമലൊന്നും ചോരല്ല. എന്നാലും ശവം നജസാവുമ്പോൾ അതിന്റെ അനുബന്ധ വസ്തുക്കളാവുന്ന മുടി, എല്ല്, കൊമ്പ് പോലത്തെ നജസാണ്. കാരണം എന്താണ്? അതൊക്കെ ജീവൻ വരുന്ന വസ്തുക്കളാണ്. അവ ജീവൻ പോകുമ്പോൾ ശവത്തിന്റെ വിധിയാണ്. അങ്ങനെ ജീവൻ വരുന്നത്? മുടി വളരുന്നുണ്ടല്ലോ, ഉണ്ട്. ചത്താ പിന്നെ വളരുവോ? ഇല്ല. അപ്പൊ നേരത്തെ വളർന്ന എന്താ? ജീവുള്ളതുകൊണ്ട്. ഇപ്പൊ വളരാത്ത എന്താ? ജീവില്ലാത്തതുകൊണ്ട്. എല്ലും അങ്ങനെ തന്നെയല്ലേ? അതെ, എല്ലും വളരൂലേ? വളരും. ചത്താ പിന്നെ വളരുവോ? ഇല്ല. എന്നതുപോലെ തന്നെ കൊമ്പ് വളരൂലേ? ആ വളരുന്നുണ്ട്. എന്നാൽ ചത്താ പിന്നെ വളരുവോ? ഇല്ല. അപ്പൊ ജീവൻ വരുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ജീവൻ വരുന്ന വസ്തുക്കൾക്ക് ജീവൻ പോയ നജസാണ്. അപ്പൊ രോമമെന്നോ എല്ലെന്നോ കൊമ്പെന്നോ വ്യത്യാസമില്ല, എല്ലാം നജസാണ്. കാരണം അതൊക്കെ ജീവൻ വരുന്ന വസ്തുക്കളാണ്. അങ്ങനെയുള്ള വസ്തുക്കളുടെ ജീവൻ പോയാൽ അതൊക്കെ നജസ് തന്നെ. ഖിലാഫൻ ലി അബീ ഹനീഫ റഹ്മത്തുള്ളാഹ്, ഈ ശവത്തിന്റെ എല്ല്, കൊമ്പ്, രോമം പോലത്തത്
നജസാൻ എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് ഖിലാഫുണ്ട്. എന്ന് പറഞ്ഞാൽ മഹാനവർകൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഒരിക്കുന്ന ചോരയില്ലാത്ത ജീവികളുടെ ശവങ്ങൾ താഹിറായതുപോലെ വലിയ ജീവികളാണെങ്കിലും അവ ചത്തു കഴിഞ്ഞാൽ അവ നജസാകുമെങ്കിലും അവയുടെ രോമം, എല്ല്, കൊമ്പ് പോലെയുള്ളത് നജസല്ല എന്നാണ്. പക്ഷെ അതിനൊരു ഷർത്തുണ്ട് അവിടെ. ഇതാലം വെക്കുന്നലിഹ, ഈ രോമം, ഈ എല്ല്, കൊമ്പ് പോലത്തെ മരി ഇല്ലാതിരുന്നാൽ, ദസമുൻ കൊഴുപ്പില്ലാതിരുന്നാൽ. കാരണം കൊഴുപ്പുള്ളത് ക്രമേണ കേടുവരും. അങ്ങനെ കൊഴുപ്പില്ലാത്ത നിലക്കുള്ള രോമം, എല്ല്, കൊമ്പ് പോലത്തതാണെങ്കിൽ അത് ത്വാഹിറാണ്. അപ്പൊ ഒരു മോര് ചത്താൽ മോരിന്റെ കൊമ്പെടുത്ത് ഉപയോഗപ്പെടുത്താന്ന്. അതുപോലെ തന്നെ ഒരു ചെമ്മരിയാട് ചത്തു കൂട്ടിക്കോളി, എന്നാൽ അതിന്റെ രോമം അറുത്തെടുത്താൽ അത് ഉപയോഗിക്കാന്ന്. കാരണം ചത്ത് എന്നതുകൊണ്ട് രോമം നശിസാവൂല, കൊമ്പ് നശിസാവൂല, എല്ല് നശിസാവൂല എന്ന്. അഫ്തൽ ഹാഫിദു ഇബ്നു ഹജറുൽ അസ്ഖലാനി, മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു. അസ്ഹാബ് ഷാഫിയത്തിൽപ്പെട്ട മഹാനാണ്. ഷാഫി മദ്ഹബിലെ ഇമാമിയങ്ങളിൽപ്പെട്ട ആളാണ്. ബുഖാരിക്ക് ശറഹ് എഴുതി എന്നതുകൊണ്ട് ആൾ വെറും മുഹദ്ദിസാണെന്ന് വിചാരിക്കേണ്ട, ഫുഖഹാന്റെ കൂട്ടത്തിലും എണ്ണപ്പെടുന്ന ആൾ തന്നെയാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ഫത്വ ചെയ്തിരിക്കുന്നു ബിസിഹത്ത് സ്വലാത്തി, നിസ്കാരം സഹിയാകും എന്നതുകൊണ്ട്. അപ്പൊ ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഫത്വ. എപ്പം സലാത്ത് നിസ്കാരം സഹിയാവുന്നു? ഇദാ ഹമലൽ മുസല്ലി, നിസ്കരിക്കുന്ന വ്യക്തി ചുമന്നുകൊണ്ടായാൽ, മൈത്തതുബാബിൻ, ഒരു ഈച്ചന്റെ ശവം, അതുപോലെ തന്നെ ഉറുമ്പിന്റെ ശവം പോലത്തതും. എപ്പോഴും എല്ലായിടത്തും ഈച്ചന്റെ ശവം നജസാ. കുട്ടികളെ, പാറ്റന്റെ ശവവും നജസ് തന്നെയാണ്, ഉറുമ്പിന്റെ ശവവും നജസ് തന്നെയാണ്. നജസ് വസ്ത്രത്തിലോ ശരീരത്തിലോ പറ്റിപ്പിടിച്ചാൽ അവയെ ചുമക്കുന്നതായി, അതോടുകൂടി നിസ്കാരം ബാത്തിലാവും. എന്നാൽ ഇങ്ങനെയുള്ള ഈച്ചകളുടെ ശവം ശരീരത്തിലോ വസ്ത്രത്തിലോ പറ്റിപ്പിടിച്ചാൽ അഫു ചെയ്യപ്പെടും, നിസ്കാരം സയ്യാവും. എപ്പോ? ഇദാ കാന ഫീ മഹല്ലിൻ, ഈ സംഗതി നടന്നത് ഒരു സ്ഥലത്താണെങ്കിൽ. എങ്ങനത്തെ സ്ഥലം? യശഖുൽ ഇഹ്തിറാസു അൻഹു, ഈ ഈച്ചയെ തൊട്ട് സൂക്ഷിക്കൽ പ്രയാസകരമാകുന്ന സ്ഥലത്ത് അബദ്ധത്തിൽ ഈച്ചയുടെ ഒരു ശവം വസ്ത്രത്തിലോ ശരീരത്തിലോ പറ്റിപ്പിടിച്ചാൽ നിസ്കാരം സഹിയാകും എന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു. അത് പക്ഷെ നമ്മളെ കീച്ചിരിയൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, മനസ്സിലായില്ലേ? അതേ സമയത്ത് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗലാപുരം വരെയുള്ള പാടശേഖരങ്ങളിൽ ധാരാളമായി പുകല കൃഷി ചെയ്യുന്നുണ്ട്. പുകല ഇച്ചിരി നമ്മള് വെറ്റിന്നാൻ തിന്നാൻ കൂട്ടുന്ന കറുത്ത പോലെയേ, അത് കാഞ്ഞങ്ങാട്ടാലും അവിടുന്ന് അങ്ങോട്ട് വടക്കത്തുള്ളവരും ഉണ്ടാക്കുകയാണ് ചെയ്യുക പാടത്ത്. ഈ പുകലക്ക് കൃഷി വളം വെക്കാൻ ഉപയോഗിക്കുക ചല്ല് എന്ന് പറയും അവര്. ചല്ല് എന്ന് പറഞ്ഞാൽ മീനിന്റെ വളം, അതല്ലെങ്കിൽ അട്ട എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട് കടലില്, അതിന്റെ വളം. അപ്പൊ ഈ അട്ട, മീന് പോലെയുള്ളതിന്റെ വളം അത് കൊണ്ടുവന്നിട്ടാണ് ഈ പുകലക്ക് മുഖ്യ വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചല്ല് വെക്കുക എന്നാണ് അതിനൊരു പറയാം. ഇങ്ങനെ ചല്ല് വെക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഈച്ചക്കൊരു അറ്റു അറിഞ്ഞില്ല. രാവെന്നോ പകലെന്നോ ഇരുട്ടത്തെന്നോ വെളിച്ചത്തെന്നോ വ്യത്യാസമില്ലാതെ കയ്യോടൊരു ഭാര്യ കിട്ടും ആ സമയത്ത്. അത് ഏകദേശം ഒരു 2-3 ആഴ്ച ഒരുപോലെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ആ സമയത്ത് അതിലൊന്ന് പോയി നോക്കിയാൽ വിവരം അറിയും. അങ്ങനെ വരുമ്പോ ഇരിക്കണോടത്തും ഈച്ച, കിടക്കണോടത്തും ഈച്ച, നടക്കണോടത്തും ഈച്ച, തിന്നണോടത്തും ഈച്ച, കുടിക്കണോടത്തും ഈച്ച, ഈച്ചയില്ലാത്തൊരവസ്ഥ കിട്ടൂല. അത് ആ സീസണിലുള്ള, ആ സീസൺ കഴിഞ്ഞാൽ കഴിഞ്ഞു ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ വൈരി ബഷരിൻ വ സമക്കിൻ വ ജറാദിൻ എന്ന് വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോക്ക് മൈക്ക് പോയി, മനസ്സിലായില്ല? മൈക്ക് പോയതല്ല, ആകെ ബൈലക്സ് തകരാറായതാ. നെറ്റിന് കുഴപ്പമൊന്നും കണ്ടില്ല, ബൈലക്സിന് എന്തോ തകരാറായിട്ട് പുറത്തു പോയതായിരുന്നു. ഈച്ച കൊണ്ടുപോയതാണ്, മനസ്സിലായി? ഈച്ചനെ പറഞ്ഞപ്പോഴേ ഈച്ച നമ്മളെ പൊക്കിയതാ ആണ്. എന്നാ നീ എവിടെ വെച്ചാൽ അടിച്ചോ ഈച്ചിരിയോ? മനുഷ്യൻ, സമക്ക്, മത്സ്യം, ജറാദ്, വെട്ടുകിളി എന്ന് പറയുന്ന ചാട്ടി,
ഇവ ഒഴിച്ചുള്ള വസ്തുക്കളുടെ ശവം പോലെയും എന്ന അതന്നെ. അത് ഒഴിച്ച് ബാക്കിയുള്ള വസ്തുക്കളുടെയാണ് ശവം. അപ്പൊ ഇത് മൂന്നും നജസല്ല എന്നാണല്ലോ പറഞ്ഞത്. ഇത് മൂന്നും നജസല്ല എന്ന് പറയാൻ കാരണം എന്താ? ലിഹില്ലി തനാവുലിൽ അഖീറൈനി, മത്സ്യം, ജറാദ് എന്നിവ ചത്താൽ അവ ഉപയോഗിക്കൽ ഹലാലാണ്. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. കടലിലെ വെള്ളത്തിനെ പറ്റി ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഹുവ തഹൂറു മാഉഹു അൽഹില്ലു മൈത്തത്തുഹു എന്ന്. അതിൽ വെള്ളം തഹൂറാണ്, അതിലുള്ള ജീവികൾ ചത്താൽ അത് എന്താണ്? ഹലാലാണ്. വേറെ ഹദീസിലുണ്ട് ഉഹില്ലത്തുലനാ മൈത്തത്താനി വദമാനി, 2 തരം ശവങ്ങളും 2 രക്തങ്ങളും നമുക്ക് ഹലാലാക്കപ്പെട്ടു. ഒന്ന് അസ്സമക്കു വൽ ജറാദ് വൽ കബിദ് വത്തിഹാൽ, രക്തത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞ കബിദും തിഹാലും, അത് രക്തത്തിൽ നിന്നിട്ട് ഭക്ഷിക്കൽ ഹലാലാവുന്നതാണ്. എന്നതുപോലെ ശവങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് സമക്കും ജറാദും, മത്സ്യവും വെട്ടുകിളിയും ഹലാലാണ് ഹദീസിലുണ്ട്. എന്നാൽ മനുഷ്യൻ നജസല്ല എന്ന് പറഞ്ഞതിനോ അമ്മല്ലാദമിയോ മനുഷ്യൻ നജസല്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഫലി ഖൗലിഹി തആല, അല്ലാഹു തആല ഖുർആനുൽ ശരീഫിൽ പറഞ്ഞതുകൊണ്ട് തന്നെ. എന്തു പറഞ്ഞു? വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യവർഗത്തെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുൽ ശരീഫ് പറഞ്ഞു. അതുകൊണ്ട് എന്താ നജസല്ല എന്നതിനൊന്നോ? അതെ അതെ അതെ. വഖളിയത്തു തക്രീമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുക എന്നതിന്റെ താല്പര്യം അല്ല യുഹ്കമ ബിനജാസത്തിഹിം, ഈ മനുഷ്യവർഗം നജസാണ് എന്ന് വിധിക്കാതിരിക്കണം. ബിൽ മൗത്തി, മരിച്ചാൽ. ജീവൻ പോയാൽ നജസാകുകയാണെങ്കിൽ പിന്നെ എന്താ ആദരവാള്? അപ്പൊ അതുകൊണ്ട് താഹിറാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ അങ്ങനെയാണെങ്കിലും ഹനഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള ചില മദ്ഹബുകളിൽ മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ നജസാവും. പക്ഷേ ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിമ പറയുന്നത് കഴിക്കാ ശുദ്ധിയാവും. ഷഹീദല്ലാത്തയുള്ള മരണം, നബിമാരുടെ മരണം ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ മരിച്ചാൽ നജസാവും. അപ്പൊ ആ നജസ് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാ കുളിപ്പിക്കുന്നത്. അപ്പൊ കുളിപ്പിച്ചാൽ ശുദ്ധിയാവും ചെയ്യും. എന്നാൽ ഷാഫി മദ്ഹബ് പറയുന്ന അങ്ങനെയല്ല, ആ തക്രീമത്ത് ആദരവിനോട് യോജിച്ചതല്ല. എന്ത്? നജസ ജീവൻ പോയാൽ നജസാകാരൻ. അങ്ങനെ ആദരവിന്റെ പേരിൽ മനുഷ്യനും ഉപയോഗിക്കൽ ഹലാലാണ് എന്നതുകൊണ്ട് മത്സ്യവും ജറാദും, ഈ 3 ശവങ്ങൾ മാത്രമേ നജസല്ലാത്തതുള്ളൂ എന്നതാണ് ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ്. എന്നാൽ ഖഫാലി ഇമാമ് തങ്ങൾ പറഞ്ഞത്, മാലികി ഇമാമും അബൂ ഹനീഫ ഇമാമ് തങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ ഒരിക്കുന്ന ചോരയില്ലാത്ത, ചീഞ്ഞു പോകാത്ത തരത്തിലുള്ള ജീവികളുടെ ശവം ത്വാഹിറാണ് എന്ന് പറഞ്ഞിട്ട്. ഇനി വേറൊരു ശവം ഉണ്ട്. അതിന് ശവം സാങ്കേതികമായിട്ട് പറയില്ല. അതാ ഓയിരു സൈദിൻ, ഒരു വേട്ടയാടി പിടിക്കപ്പെട്ട വസ്തു ഒഴിച്ചു. എങ്ങനത്തെ വേട്ടയാടി പിടിക്കപ്പെട്ട വസ്തുവാണ്? ലം തുദ്റക്ക് സക്കാത്തുഹു, അതിനെ അറക്കാൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാല് നമ്മളൊരു വേട്ടപ്പക്ഷിയെയോ അതല്ലെങ്കിൽ ഒരു വേട്ട നായയെയോ വേട്ട പഠിപ്പിച്ച കുറുനരിയെയോ വേട്ടയിടാൻ വിട്ടു. ഇതൊക്കെ വേട്ടക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളാ. കുറുനരി, നായ, അതുപോലെ തന്നെ ഈ ഫാൽക്കൺ പക്ഷി തുടങ്ങിയ പക്ഷികൾ, പല ജീവികളെ കൊണ്ടും വേട്ട പഠിപ്പിച്ചാൽ വേട്ടയിടാം. അങ്ങനെ വേട്ടയിടാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ പറയപ്പെട്ട ഒരു ജീവിയെ വിട്ടു. അങ്ങനെ ഇവ കടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കടിച്ചു കൊണ്ടുവന്നുള്ളതില്ല, കടിക്കാതെ തന്നെ ഓടിയിട്ട് എന്താക്കിയോ ഒരു മരത്തുമലോ അല്ലെങ്കിൽ കല്ലുമലോടോ കൊണ്ടുപോയിട്ട് ജാമാക്കി. ഏത്? ഈ വേട്ട ജീവി. അങ്ങനെ വേട്ട വസ്തു ജീവൻ പോയി. എന്നാൽ അത് ത്വാഹിറാണ്. അതുപോലെ തന്നെ ജനീനി മുലക്കാത്തിൻ, അറുക്കപ്പെട്ട ജീവിയുടെ ഗർഭസ്ഥ ശിശു എന്ന് പറഞ്ഞാൽ എരുമനെ അറുത്തു, അല്ലെങ്കിൽ പശുവിനെ അറുത്തു, അല്ലെങ്കിൽ ആട്ടിനെ അറുത്തു. അറുത്ത് തോലൊളിച്ചു നോക്കുമ്പോ ജീവനില്ലാത്ത കുട്ടിയുണ്ട്. നമ്മളെ നാട്ടില് ഭയങ്കര കുറ്റ. സാധാരണ അറിഞ്ഞുകൊണ്ട് ആരിപ്പം ഈ ഗർഭമുള്ള പശുവിനെയോ എരുമയെയോ ആടിനെയോ അറക്കൂലല്ലോ. ഇനി അതല്ലെങ്കിൽ വല്ല രോഗം വന്ന് വീണിട്ട് കയ്യോ കാലോ ഒടിഞ്ഞു
രണ്ടാമത് ജീവിക്കാൻ സാധ്യത കാണാത്തപ്പം ഞാൻ അറക്കല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള അർക്കർത്തു. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്തായാലും ഗർഭമുള്ള ഇത്തരം മൃഗങ്ങൾ അറക്കൂല. എന്നാൽ അത് അറിഞ്ഞാൽ നാട്ടിൽ ഭയങ്കര കുറ്റ. എന്നിട്ട് ഇറ്റങ്ങൾ എന്താ ചെയ്യുക, ആരും കാണാതെ ഈ കുട്ടിനെ, ഗർഭത്തിലുള്ള കുട്ടിനെ കുഴിച്ചിടുക ചെയ്യുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. തള്ളനെ തിന്നാൻ പറ്റും പോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനെയും തിന്നാൻ പറ്റും. അങ്ങനെ അറക്കണം എന്നല്ല, സംഭവിച്ചു പോയാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തന്നെയല്ല, കുട്ടി തള്ള ജീവൻ പോയിട്ട് തോലൊഴിച്ച ആയിപ്പോത്തിന് കുട്ടി ജീവൻ പോയി. അങ്ങനെയാണല്ലോ. ഉമ്മ ജീവൻ ഉണ്ടെങ്കിലേ കുട്ടിക്കും ജീവിക്കാൻ കഴിയുള്ളൂ കൂടുതൽ സമയം. ഉമ്മ ജീവൻ പോയാൽ ദീർഘനേരം ഗർഭസ്ഥ ശിശുവിന് വയറ്റിനകത്ത് ജീവിക്കാൻ കഴിയില്ല, കുറച്ചു സമയമൊക്കെ ജീവിക്കാനാവും. അങ്ങനെ തോലൊഴിച്ച് ആയപ്പോക്ക് കുട്ടി ജീവൻ പോയിട്ടുണ്ട്. എന്നാൽ ഈ ജീവൻ പോയ കുട്ടിയെ തിന്നാൻ പറ്റുമ്പോ അർത്ഥമുള്ളന്നില്ലാന്ന്. മാത്തമിതക്കാത്തയാണ്, തള്ളനെ അർത്ഥം കൊണ്ടിട്ട് കുട്ടി ജീവൻ പോയി. എന്നാൽ കുട്ടിനെ അറക്കേണ്ട, ആ കുട്ടി ചത്തതാണ് ഇപ്പം, എന്നാലും അത് തിന്നാൻ പറ്റൂന്ന്. അതേ സമയത്ത് കുട്ടി തള്ളനെ അറുത്ത് അത് പെടഞ്ഞ സമയത്ത് വയറ്റുന്ന് പുറത്തു വന്നപ്പോ ജീവനുണ്ട്. എന്നാ പിന്നെ കുട്ടീനെ അറക്കണം, അറുത്താലേ പറ്റുള്ളൂ. അറക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ തിന്നാൻ പറ്റൂല. അതേ സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ചത്തുപോയാൽ അത് അറക്കേണ്ട ആവശ്യമില്ല, തള്ള അറുത്താൽ തന്നെ മതി. കാരണം തള്ളന്റെ ഒരു ഭാഗമായിട്ടാണ് വയറ്റിനുള്ളിൽ ഉണ്ടാവുമ്പോൾ കുട്ടിയെ പരിഗണിക്കുന്നത്. അപ്പൊ തള്ളനെ അർത്ഥമോ കുട്ടിയും അതിൽ പെട്ടു എന്നർത്ഥം. ഇനി ഹലാലാകും എന്ത്? അഖിലു ദൂതി മൗക്കൂലി, ഭക്ഷ്യവസ്തുക്കളിലുണ്ടാവുന്ന പുഴുക്കളെ ഭക്ഷിക്കാഹു, ആ വസ്തുവിന്റെ കൂടെ. മാങ്ങ പോത്തതൊക്കെ കീശീരിയെ മാവുമ്മ കേറിയിട്ട് കടിക്കുമ്പോ ചിലപ്പോ പുഴു ഉണ്ടാവും, അതിലിങ്ങനെ എന്താക്കുന്നത് കടന്നിട്ട് ഇങ്ങനെ പെടയണ്. വബില്ലാഹി തൗഫീഖ് ബിസ്മിൻ കൂട്ടിയിട്ട് കടിച്ച് വെച്ചാണ് തിന്നാം. മാങ്ങ, ആപ്പിള്, മുന്തിരി പോലെയുള്ള പഴവർഗ്ഗങ്ങളിലൊക്കെ അവയിൽ നിന്നുണ്ടാകുന്ന പുഴുക്കൾ ആ ഭക്ഷ്യവസ്തുവിന്റെ കൂടെ ഉപയോഗിക്കാം. ഇനി അതല്ല, നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ടിരുന്നു, ഉപ്പിലിട്ടത് നോക്കുമ്പോ അതിലൊക്കെ ചെറിയ ഒരു തരം വെളുത്തൊരു ചെറിയ പുഴുണ്ട്. മാഫി മുഷ്കില ഹല്ലുവല്ലി, അതൊക്കെ അച്ചാറ് കൂട്ടുന്ന അല്ലെങ്കിൽ ഉപ്പിലിട്ട് കൂട്ടുന്ന കൂട്ടത്തിൽ കണ്ണും ചിമ്പിയിട്ട് കടിച്ചാട് തിന്നുക. അതൊന്നും തട്ടിക്കൊടയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാശ് കൊടുക്കാതെ കിട്ടുന്ന ഇറച്ചിയല്ലേ, അതിന് പൈസ മുടക്ക് പ്രത്യേകിച്ചില്ലല്ലോ. ബില്ലാഹി തൗഫീഖ്, അങ്ങോട്ട് പോട്ടേക്കാം. അത് പക്ഷെ കൂടെ പറ്റുള്ളൂ. എന്താക്കാൻ പറ്റൂല? പുഴു വേറെ എടുത്ത് പൊറുക്കി തിന്നാൻ പറ്റൂല. അതാ മാഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി എന്നാ പിന്നെ അങ്ങനെ നല്ല പുഴുള്ള മാങ്ങ കടിച്ച് വെച്ച് തിന്നു, അല്ലെങ്കിൽ നല്ലോണം പുഴുള്ള, ഞാൻ അതൊന്നും വേണ്ട, നമ്മളെ ഒരുവിധം ഈ ഉപ്പുമാവ് ഉണ്ടല്ലോ, ഏത് ഈ റവന്റെ മറ്റേ ആ പൊടി, അതിന്റെ ഉപ്പുമാവ്, ആ ഉപ്പുമാവിൽ ഒരു 50-60% പുഴുണ്ടാവും. അതൊക്കെ ഇപ്പൊ ആരാ തരിക്കാനും കളയാനും നിൽക്കുന്നു, കൂട്ടത്തിലാണ് തിന്നു തന്നെ. അപ്പൊ ഇത് ചവാണല്ലോ, നെസ് സാധാരണ നെസ്സല്ലേ. അപ്പൊ ഞാൻ അതിനായിട്ട് ഇനി വായി വെക്കണോ? അത് വേണ്ട. വരായിട്ട് ബോസിലു നവിൽ ഫമി, വായു പോലെ ഇത് ആയ സ്ഥലം കഴുകേണ്ട ആവശ്യമില്ല. വിൻഹു കണ്ടോ, ഈ ശവം ആയി എന്നത് കൊണ്ട് അത് തിന്നാൻ തന്നെ പറ്റുമെങ്കിൽ പിന്നെ അതുകൊണ്ട് വായു കഴുകൽ നിർബന്ധമാവുകയും ഇല്ല. വനഖലഫിൽ ജവാഹിരി, ജവാഹിർ എന്ന കിതാബിൽ അതിന്റെ മുസന്നിഫ് തങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. അനിൽ അസ്ഹാബി, ഇമാം ഷാഫി തങ്ങളുടെ അസ്ഹാബിനെ തൊട്ട് എന്താണ് ഉദ്ധരിക്കുന്നത്? ലാ യജൂസു, പണ്ട് പറഞ്ഞതല്ല, ഇനി പുതിയ വിഷയം പറയാം. ലാ യജൂസു ജായിസാവൂലാന്ന്. എന്ത് ജായിസാവൂലാന്ന്? അക്കുലു സമക്കിൻ, മത്സ്യം ഭക്ഷിക്കാൻ പാടില്ല. എങ്ങനത്തെ മത്സ്യം? മൊലിഹ, അതിന് ഉപ്പിടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ഉപ്പിടപ്പെട്ട്? വലം മാഫി ജൗഫിഹി, അവയുടെ അകത്തുള്ള കാഷ്ടവും കെട്ടിക്കൊടൽമാലകളും ഒന്നും ഒഴിവാക്കാതെ അങ്ങനെ ഉപ്പിടാൽ ആ ഉപ്പിന്റെ കൂട്ടത്തിൽ ഈ നജസ് മത്സ്യത്തിന്റെ മുഴുവൻ ഭാഗത്തും വ്യാപിക്കും. അതുകൊണ്ട് മത്സ്യം ഉപ്പിലിടുന്നതിന് മുമ്പ്
വയറ്റിലുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് നജസാവും, ജായിസാ, തിന്നാൻ പറ്റൂല എന്ന് അസ്ഹാബിനെ തൊട്ട് ഉദ്ധരിച്ച് ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്. വയറ്റിലുള്ള നരായിമിനെ മുസ്തഫറാത്തീന്ന് മാലിന്യങ്ങളെ അതിന്റെ കാഷ്ടവും പെട്ടിയും കുടലും ഒക്കെ ഒഴിവാക്കണം. അതൊന്നും ഒഴിവാക്കാതെ അങ്ങനെയാണ് ഉപ്പിലിട്ടാൽ ആ മത്സ്യം ഭക്ഷിക്കാൻ പറ്റൂലെന്ന്. എന്നാൽ വലാഹിറുഹു, ഈ ജവാഹിറിൽ പറഞ്ഞ ഈ നക്കലിന്റെ പ്രത്യക്ഷം കണ്ടാൽ ലാ ഫർഖ ബൈന കബീരിഹി വസഗീരിഹി, ചെറിയ മത്സ്യമാണെങ്കിലും വലിയ മത്സ്യമാണെങ്കിലും കാഷ്ടം കളയാതെ ഉപ്പിലിട്ടാൽ ആ മത്സ്യം ഭക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ബാഹ്യമായി തോന്നുക. പക്ഷേ ലാക്കിൻ ദക്കർ ശൈഖാനി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പറഞ്ഞിരിക്കുന്നു, ജവാസ അക്ലി സഗീരി, ചെറിയ മത്സ്യങ്ങളെ ഭക്ഷിക്കൽ ജായിസാണെന്ന്, മാഫി ജൗഫിഹി, അവയുടെ ഉള്ളിലുള്ള ഈ മാലിന്യങ്ങളോട് കൂടി തന്നെ ഭക്ഷിക്കാൻ പറ്റും എന്ന്. അല്ലഞ്ഞാൽ ഈ ചെറിയ ബത്തലൊക്കെ പോലത്തെ ചെറിയ മീനുകളുണ്ടല്ലോ, മുള്ളം മീന്, ബത്തല്, അതുപോലെ തന്നെ നമ്മളെ വേറെ ഉണ്ടല്ലോ സാധാരണ എന്താണ് മാന്തള് പോലെയുള്ള ചെറുമത്സ്യങ്ങൾ, ഈ ചെറുമത്സ്യങ്ങള് വയറ്റിലുള്ള കാഷ്ടം കളഞ്ഞെങ്കിലേ ഉപ്പിലിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പനി പിന്നെ നടക്കൂല. അതാരാ കാട്ടം കളഞ്ഞ് തീർക്കുക? അപ്പൊ അത് ജായിസാവും. തങ്കിയത്തി മാഫി, അതിന്റെ ഉള്ളിലുള്ള വക്കുവാടെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം വരും. അതുകൊണ്ട് ചെറുമത്സ്യങ്ങളൊക്കെ കാഷ്ടം കളഞ്ഞ് ഉള്ളു ശുദ്ധിയാക്കാതെ ഉപ്പിലിട്ടാലും ഭക്ഷിക്കൽ ജായിസാകും. എന്നാൽ വലിയ മത്സ്യങ്ങളാണെങ്കിൽ ഉപ്പിലിടുന്നതിന് മുമ്പ് അവയുടെ കാഷ്ടം പോലെയുള്ള അകത്തുള്ള മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് അതിന് ശേഷമേ ഉപ്പിലിടാൻ പാടുള്ളൂ, അല്ലാതിരുന്നാൽ അത് ഭക്ഷിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ശവത്തിന്റെ കഥയും കഴിഞ്ഞു. ഇനി ലഹരി പദാർത്ഥങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് നാളെ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഓതാ. ഇന്നിപ്പോ അത് മതി. ഇടക്കൊന്ന് പുറത്തു പോയെങ്കിലും പിന്നെ വലിയ കുഴപ്പം ഇതുവരെ കാണാനില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്നാ ഞാൻ കെട്ടിട്ട കയറൊക്കെ ഒന്ന് കഴിച്ചു കൊടുത്താളാക്കി ശരിയേ. എന്നിട്ട് പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഓൽക്കൊക്കെ ഇങ്ങോട്ട് വരാം. പിന്നെ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാനാവുമ്പോ എല്ലാവരും കൂടി കയ്യൊക്കി വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കുറച്ച് നേരത്തെ വന്നെങ്കിലേ സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ളവരൊക്കെ കഴിയുന്നത്ര പെട്ടെന്ന് വരിക. വിഷയ സംബന്ധിയായ വിഷയങ്ങൾക്ക് മുൻഗണന ഉണ്ടാവും, അല്ലാത്ത ചോദിക്കണ്ടെന്നല്ല. എന്തെങ്കിലും പച്ച കാട് കയറിയ വിഷയങ്ങൾ കഴിവതും ഒഴിവാക്കുക. പിന്നെ കൂടാതെ കഴിയാത്തതിന് കുഴപ്പമില്ലേന്നും ചോദിക്കുക. എന്നാലും ഈ വിഷയമായിട്ട് ഫിഖുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു വിഷയങ്ങള്, അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞ ചർച്ചാ വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിഷയങ്ങളിലേക്ക് അങ്ങനെ കേറിപ്പോയിട്ട് ഇന്നലെ കാരണോല് തുടങ്ങി വെച്ചേക്ക് ഏജൻസി പണി മുതൽക്ക് ഇങ്ങോട്ട് കമ്മീഷനും വായ്പയും അതിലായിട്ടാണ് പോയാൽ പിന്നെ നമ്മൾ ഓദ്യ വിഷയമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ കഴിയുന്നതും വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സമീപത്ത് ചുറ്റുവട്ടത്തിലൊക്കെ ഉള്ളതാവാൻ ശ്രദ്ധിക്കുക. എന്നാൽ പ്രായോഗികമായി അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാത്തതും ചോദിക്കാം. അല്ലാതെ നാടൊക്കെ പാടെ നന്നാക്കാൻ വേണ്ടിയിട്ട് ദുന്യാവിലുള്ള ഒക്കെ പാടെ ചോദിക്കുക എന്നുള്ള അവസ്ഥ പരമാവധി ഒഴിവാക്കുക. നമ്മൾക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഏത് വിഷയവും ചോദിക്കുന്നതിന്